ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നതിനെ നമ്മൾ പറഞ്ഞാൽ മനപ്പൊരുത്തുണ്ടാവും. ഇത് എല്ലാ കാര്യത്തിലുള്ളതാണ്, ബിസിനസ്സിലുണ്ടാവും. അത് നമ്മളൊരു കടയിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് വില ചോദിക്കുകയാണ്, ഒരു മൊബൈൽ ഫോണിന് വില ചോദിച്ചു. അപ്പോൾ ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇത് വാങ്ങിയൊന്നുമല്ല, ഫ്രീ കിട്ടിയതാണ്, വലിയമാർക്കൊക്കെ ഫ്രീ കിട്ടുക. ഈ വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക ഒരു കടയിൽ ചെന്നിട്ട്. അപ്പോൾ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും, സർ വിവോൻ്റെ ഈ ഫോണിന് 32,000 രൂപയാണ്. അയാൾ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ചോദിച്ച ചോദ്യത്തെ ഒന്ന് ആവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നി അയാൾ എൻ്റെ പക്ഷക്കാരനാണെന്ന് തോന്നി. അയാളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സംഗതിയിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചത് വിവോൻ്റെ ഈ ഫോണിന് എന്താ വില എന്ന് ചോദിച്ചാൽ കറക്റ്റ് മറുപടി എന്താണ്, 32,000 റുപ്യാണ് എന്നാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലേ അവിടെ ഇരുന്നോട്ടെ എന്ന് അതും വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനിത് എടുക്കണമെങ്കിൽ അയാൾക്ക് പരിശീലനം ലഭിച്ച കച്ചവടക്കാരനാണെങ്കിൽ അയാൾ പറയും, സർ വിവോൻ്റെ ഈ ഫോണിന് 32,000 രൂപയാകുന്നു എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതിനാണ് മനപ്പൊരുത്തമുണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരുപാട് വഴികളുണ്ടാവും. ചില സൂചനകൾ ഞാൻ നൽകി എന്ന് മാത്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്കാറുകളൊക്കെ ചെല്ലുമ്പോൾ, ബൈത്തുകളൊക്കെ ചെല്ലുമ്പോൾ എന്നാൽ എല്ലാവരും നീച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചു ചൊല്ലിയാൽ മനപ്പൊരുത്തമുണ്ടാക്കാം. ഇങ്ങനെയുള്ള ആളുകളെ ശിഷ്യന്മാർ ഓർക്കും.